ഹലോ അമ്മ കുഞ്ഞൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ ഫ്രൈ ആണ്. അത് ഇന്നലെ ഞങ്ങൾ ഒരു യാത്ര പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രഷ് കല്ലുമ്മക്കായ കിട്ടിയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് ഇന്നലെ തൊണ്ടോടുകൂടിയാണ് കൊണ്ടുവന്നതെങ്കിലും അത് ഇന്നലെ തന്നെ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ക്ലീൻ ചെയ്തൊക്കെ എടുത്തതുണ്ട്. അത് നിങ്ങൾ ഞാൻ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് നമുക്ക് കല്ലുമ്മക്കായാണ്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വേപ്പിലയുണ്ട്, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇത് ഉപ്പ് വെള്ളത്തിലുണ്ടാകുന്നതായതുകൊണ്ട് ഉപ്പ് നമുക്ക് ഇത്ര അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ആക്കാം. ഇതിനകത്ത് വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ വെള്ളമാകും. അപ്പം നമുക്ക് ആദ്യം കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി നല്ലോണം ഇടും, കാരണം കുരുമുളക് പൊടി ഇത് സാധാരണ വയറിനൊക്കെ പിടിക്കൂലെന്നൊക്കെ പറയുമല്ലോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കണം. മസാലപ്പൊടിനേലും നല്ലത് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലോണം ഇടാം. മുളക് പൊടി 2 ചെറിയ സ്പൂണാണ്. മല്ലിപ്പൊടി, കുറച്ചുപ്പ് നമുക്ക് പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് പിന്നെ ഇട്ടാൽ മതി കേട്ടോ. അധികം ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടാം. നമുക്ക് ഈ ഇഞ്ചിനെ വെളുത്തുള്ളിനെ നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഞാൻ അരച്ചതാണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തോട്ടെ, വയറുവേദനയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ നല്ലതാണ്. ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇതിന് മെയിനായിട്ട് ചേർക്കേണ്ടത്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും അത് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം കൈകൊണ്ട് മിക്സ് ചെയ്താൽ എല്ലായിടത്തേക്കും ആകും. ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് വെള്ളം ആകും. ഇത് അപ്പം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. കല്ലുമ്മക്കായ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല സാധനമാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കണം. പക്ഷേ എന്തേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിലൊക്കെ വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം വേഗണം. ഇത് നേരിട്ട് ഫ്രൈ ചെയ്താൽ ശരിയാവില്ല. അത് നമുക്കൊന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒന്ന് വേകാൻ വേണ്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കല്ലുമ്മക്കായ വെന്തിട്ടുണ്ട്, നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കിക്കൊണ്ടിരുന്നേച്ച് ഞാൻ. അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം മൂക്കണ്ട, മൂക്കാതെ അതിൻ്റെ ടേസ്റ്റ് പോയി. അധികം മൂക്കാതെ എടുക്കണം നല്ലത്. അപ്പോൾ നമുക്ക് ഇതും ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനാം. കക്കയും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ കക്കയും ചെയ്യാം, ചെമ്മീൻ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ഇടണേണ്. ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോണേണ്. ഇനി ഇതൊരു ബൗളിലേക്ക് ആക്കാൻ പോണേണ്. ആരും ടേസ്റ്റ് ചെയ്യാനില്ല, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏതായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.